കുറെ നേരം ആയില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ടേ എന്തായാലും ആ പ്രശ്നം അങ്ങ് സോൾവ് ആയത് നന്നായി. എന്തൊക്കെയായിരുന്നു ഇവിടെ എൻ്റെ പൊന്നമ്മാവാ. ഞാൻ കാല് പിടിച്ച് പറയുക, ഇനിയെങ്കിലും ഇതുപോലെ ഏണി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരരുത്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് പറയുക. എന്തോന്ന് മോളെ പറയണത്? നീ പറഞ്ഞാട്ടെ ഞാനാണ് ഇതെല്ലാം ചെയ്തെന്നല്ലേ തോന്നുള്ളൂ ആൾക്കാർക്ക്. പിന്നെ അമ്മാവനല്ലാതെ ഇവിടെ വേറെ ആരും ഇവിടെ ചെയ്യാൻ നിന്നത്? ആ പാപ്പൂനെയും കൂപ്പൂനെയൊക്കെ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചത് അമ്മാവനല്ലേ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ആ കയ്യബദ്ധം ഇനി ഉണ്ടാകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പൊന്നെ സമ്മതിക്കണം, എങ്ങനെ ഇങ്ങനെ തന്നെ ഓരോന്ന് പിടിച്ചോണ്ട് വരുന്നതെന്ന്. വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്താതെ. ഞാൻ ഒന്നും ചെയ്തിട്ടല്ലോ. അങ്ങോട്ട് വന്ന് കയറിയതല്ലേ അതല്ല. ഇരിക്കാതെ അമ്മാവാ. എന്തടി? അതെ, ആ കുഞ്ഞുമോളെ ഇനി ഇവിടെ നിർത്തണ്ട. ഇത്രയും പ്രശ്നം ഉണ്ടായത് ആ കുഞ്ഞിൻ്റെ പേരിലാ. അതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ അമ്മത്തോട്ടിൽ അങ്ങനെ ആക്കാം. അത് അവൾക്ക് സേഫ്. അത് വേണോ മോളെ? ഒന്നാമതിപ്പോൾ നമ്മളൊക്കെ ഭയങ്കര കൂട്ടായില്ലേ. അതുമല്ല അവൾ കരയണമെന്നില്ലല്ലോ. പിന്നെന്ത്, അവളിവിടെ നിന്നോട്ടടി. നിന്നോട്ടെന്നോ? അമ്മാവ ഒരു തീവ്രവാദം മാത്രമേ പിടിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്താ. അതിനകത്ത് നമ്മൾ ഇപ്പോഴും ഫുള്ളായിട്ട് സേഫ് ആയിട്ടില്ലെന്നാ ആ കുഞ്ഞും. അതുകൊണ്ട് കുഞ്ഞിന്റെ അമ്പത്തോട്ടിലാക്കുകയാണെങ്കിൽ അവളും സേഫാണ്, നമ്മളും ഏകദേശം ഒക്കെ ഓക്കെ ആകും. മോള് പറയണൊക്കെ ശരി തന്നെ. പക്ഷെ എന്തോ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനാ എനിക്ക് ഭയങ്കര വിഷമം. വിഷമോ? എന്തിന് ഇത്ര വിഷമം? അമ്മാവൻ ആ കുഞ്ഞിനൊന്നും എടുക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിന് ഇത്ര വിഷമം? മോള് പറഞ്ഞതൊക്കെ ശരി തന്നെ. ഞാൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് കളിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ എപ്പോഴും സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മാവനും ടുക്കൂന്നാഞ്ഞ് വിചാരിച്ചാൽ മതി. അതെങ്ങനെ? അതെങ്ങനെയെന്ന് അമ്മാവനായിപ്പോയി. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി നന്നായിട്ട് ഞാൻ പറഞ്ഞു തന്നേനെ. എന്തോന്ന് മക്കളെ, നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. അത് അമ്മാവ കറക്റ്റ് സമയത്തിന് ദോശ ചുട്ട് മറിച്ചിട്ടില്ലെങ്കിലേ അതിന്റെ കരിഞ്ഞു പോന്ന് പറയുമായിരുന്നു. അതാണ് കിഴങ്ങൻ തന്നെ. എന്തോ നോക്കളെ? അല്ല, നമുക്ക് കിഴങ്ങേറി ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇതിന് മാച്ച് കിഴങ്ങേറി ആയിരുന്നല്ലോ. നീ എന്നാ കുറച്ച് നേരത്തെ പറയണ്ടേ? ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരൂലേ. ഇപ്പൊ എവിടെ പോവാൻ കിഴങ്ങ്? ഇവിടെ ഇല്ലല്ലോ കിഴങ്ങ്. ഇവിടെ ഫ്രണ്ടിൽ നിപ്പോണ്ടല്ലോ. മനസ്സിലായി മനസ്സിലായി. മോളെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലേ. അവന്തിക അങ്ങനെയൊക്കെ പറയൂ അമ്മാവ. അയ്യോ, അവന്തിക മാത്രമേ അങ്ങനെയൊക്കെ പറയുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. കല്ല് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുക. തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് സോനയ്ക്കും പാപ്പനും ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല പേരായിരിക്കും അല്ലേ? എവിടെ ATS വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് പബ്ലിസിറ്റിയും കിട്ടാറില്ല. സോനയ്ക്ക് കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ ഭയങ്കര വിഷമമായിരിക്കും അല്ലേ? പിന്നെ വിഷമം കാണാതിരിക്കുമോ? ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയതെങ്കിലും ഇവളുമായിട്ട് ഷെയർ ചെയ്ത ദിവസങ്ങൾ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. സോന ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. വീട്ടുകാർ എങ്ങനെയാ? ആരൊക്കെയുണ്ട് വീട്ടിൽ? അത് പിന്നെ ടീന, ATS വർക്ക് ചെയ്യുന്നത് കൊണ്ട് നാടിനെ പറ്റിയോ വീടിനെ പറ്റിയോ ഒന്നും പുറത്ത് പറയാൻ പാടില്ല. ഓ, അതൊക്കെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും അല്ലേ നിങ്ങളുടെ? ഓ ശരി ശരി. അതെ, എനിക്ക് ATSൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? എനിക്കിങ്ങനെ ഹൈ റിസ്ക് ഉള്ള ജോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജോലിയൊക്കെ ചെയ്യാം, പക്ഷെ പേടി പാടില്ല കേട്ടോ. അതെന്താ സോന അങ്ങനെ പറഞ്ഞത്? എൻ്റെ പൊന്നു മോളെ, നീ ആദ്യം ഈ തള്ളൊന്നും നിർത്ത്. കഴിഞ്ഞ ദിവസം ഇവിടെ വലിയൊരു ഫൈറ്റ് നടന്നപ്പോൾ സോനയെ കണ്ടതല്ലേ? കണ്ണും പൂട്ടി അങ്ങ് സൈഡിലോട്ട് മാറി നിൽക്കുമായിരുന്നു. നാണോ ഉണ്ടാ നിനക്ക്? എടാ, അത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തതാണ്. കാരണം ഫൈറ്റ് ഒക്കെ നടക്കുന്ന തൊട്ട് മുമ്പ് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യണം. ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേ ഫൈറ്റ് തീർന്നു. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അയ്യാ, കല്ലൊക്കെ വെറുതെ അല്ല പറഞ്ഞ തള്ളിസ്റ്റാണ്. തള്ളിസ്റ്റ് നീ തന്നെ തള്ളിസ്റ്റ്. അങ്ങനെയുള്ളവരാണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കാൻ പോകുന്നത്. സോന ഒരു കാരണം വെച്ചാലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേ ചെയ്യരുത്. പോകാൻ നിൽക്കണം ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കളയാൻ വേണ്ടിയിട്ട്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അയ്യോ, പൈസ വല്ലതും ആണെങ്കിൽ ചോദിക്കരുത്. ഞാൻ നല്ല ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് എനിക്ക് 2 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. പൈസ ഒന്നുമല്ല. പിന്നെന്താ? അത് പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ബുദ്ധിമുട്ടല്ലേ? അപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ. എന്നേക്കുമായിട്ടല്ല, ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരാം. അത് പിന്നെ നമുക്കായിട്ടൊരു ഡിസിഷൻ ഇവിടെ എടുക്കാൻ പറ്റില്ല. എന്തായാലും അമ്മാവൻ്റെ അടുത്തും ബാക്കി എല്ലാവരുടെ അടുത്തും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി തീരുമാനിക്കാം. ഞങ്ങൾക്ക് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. മോളെ ഒരു ദോശ ഇവിടെ ഇങ്ങെടുത്തിട്ട്. ഒരു ദോശ ഇവിടെ ഇടാൻ.
അമ്മാവാ ഓ ഇത് എത്ര ദോശ നല്ല കണക്കായോ? 10ാമത്തെയാ. ആണാ? എന്താണെന്ന് പറഞ്ഞു ചേട്ടാ, നല്ല ടേസ്റ്റ്. എത്ര കഴിച്ചിട്ടും തൃപ്തി വരുന്നില്ലടി. തൃപ്തി വരുന്നില്ലെങ്കിലേ കടയിൽ പോയി ഒരു പാക്കറ്റ് മാവ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിക്കാം, ഉണ്ടാക്കി തരാം. അനന്ത് വാങ്ങിക്കാം. അമ്മാവാ ആ മോളെ വാ, ഇരി. ഒരു പ്ലേറ്റ് എടുത്തിട്ടോ, ഇരി. നല്ല ദോശ ഞാൻ മുന്നിൽ അല്ല ഞാൻ കുറച്ച് എൻ്റെ കഴിച്ചോളാം. അതെ, നമ്മുടെ സോന പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ ശ്ശേ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ റൂം തിരിച്ചു കിട്ടാൻ പോവാണല്ലോ. എനിക്ക് വയ്യ. എടി അമ്മാവാ രണ്ടൊരു കേക്ക്. സോന വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്തോ മോളെ? കുഞ്ഞിനെ അവര് കൊണ്ടുപോക്കോട്ടെ എന്ന് പോകുമ്പോ. ആ അതെങ്ങനെ ശരിയാവും? എടി, കുഞ്ഞിനെ തന്നവരോട് ഒന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? ഈ അമ്മാവൻ എന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞിനെ തന്നതിലും തീവ്രവാദികൾ അമ്മാവന്റെ ബന്ധുക്കാർ വല്ലതും ആണോ? കുഞ്ഞുമണ മോൾ വല്ലതും ആണോ? അതല്ല. ദ്രോഹി കൽപ്പിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നാണ്. എന്താണ്? എടി, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും അങ്ങനല്ലേ? ആ പഴഞ്ചൊല്ലി എന്തിരുന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായോ? അതായത് കുഞ്ഞിനെ നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് നമ്മളിപ്പോ മുമ്പും കൂടെ പറഞ്ഞതേ ഉള്ളൂ. കൃത്യസമയത്തിന് എന്തെല്ലാം സംഭവം നടന്നു. എടി, കൊച്ചിനെ മാറ്റാൻ പറ്റിയ ടൈമാണ്. അവർ കൊച്ചിനെ നന്നായിട്ട് നോക്കിക്കോളും. എളുപ്പം കൊടുത്തോളൂ. അമ്മാനെന്താ ഒരു അഭിപ്രായം പറയാണ്ടിരിക്കുന്നത്? ഇതിനിപ്പോ ഞാൻ എന്തോന്ന് അഭിപ്രായം പറയാല്ലേ? ആ അതെ അതെ. അതല്ലേ അമ്മാവൻ ഇങ്ങനെ നല്ല കാര്യങ്ങൾ വരുമ്പോ അഭിപ്രായം ഒന്നും പറയാൻ കാണത്തില്ലല്ലോ. അമ്മാവ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതാവുമ്പോ സോന കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കിക്കോളും. അതെ അതെ. എടി, ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യല്ലോ. ഞാൻ എന്ത് പറയാ? അതങ്ങനെ പോന്നോളൂ. എടി, നല്ല അടിപൊളി ദോശയും കറി ഞാൻ ഉണ്ടാക്കി ഇരുന്ന് കഴിക്കുന്ന വാരി തരാം. എടി, അവര് പോട്ടെ, ഇരുന്ന് കഴിക്കണേ. കുറച്ച് മര്യാദ വേണ്ടേ? സോന, ഞാൻ അമ്മാവൻ്റെ അടുത്തും അവൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. അതെ അതെ. അപ്പോൾ സോന കൊണ്ടുപോകണ തന്നെ നല്ലതെന്ന് എല്ലാവരും അഭിപ്രായം. അതെ അതെ അതെ. പോകുന്നതിന് മുന്നേ സോനയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്കൊന്ന് തരണേ. അതെന്തിന്റെ ഡീറ്റെയിൽസ്? ചേച്ചി കൊച്ചിനെ കൊണ്ട് പോയില്ലേ? നോക്കൂ ഇനി എന്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. എന്നിട്ട് എന്തായാലും ഇനി ഭാവിയിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ നീ അങ്ങനെ ഏറ്റെടുത്തോളൂ. നീ അതും കൂടെ ഞാൻ ഏറ്റെടുക്കാം. അതും കൂടെ ഞാൻ ഏറ്റെടുക്കാം. മിണ്ടാണ്ട് എന്തായാലും ഇത്രേ ഉള്ളൂ. കോണ്ടാക്റ്റും ഡീറ്റെയിലും ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം ചാരുവിന്. ആ ശരി. ശരി മോളെ, ടാറ്റാ, ബൈ ബൈ. ആ, നീ ഇത് കണ്ടോ? ടാറ്റാ. ശരി ചേച്ചി എന്നാ. പറഞ്ഞു വിടല്ലേടി. അയ്യടാ പാവം. ചക്കരേ. ടാറ്റാ. എടി എടി ചാരു, ഈ പറമ്പിൽ എവിടെയോ പട്ടി പെട്ടി കിടപ്പുണ്ട്. ഭയങ്കര കരച്ചിൽ കേട്ടോ. പട്ടിയല്ല നമ്മുടെ അമ്മാവനെ നോക്ക്. അയ്യോ കുഞ്ഞുമാമ എന്തിനാ കരയുന്നേ? കൊച്ചു പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഇത്ര വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അമ്മാവൻ ആ കുഞ്ഞിനെ നോക്കിയാ പോരായിരുന്നോ? അതങ്ങനെ എനിക്ക് അങ്ങനെ വളർത്താൻ പറ്റൂലല്ലോ. പറ്റൂലല്ലോ, ആർക്കും പറ്റത്തില്ല. ഇവക്കോ എനിക്കോ പറ്റത്തില്ല. പിന്നെ അവനെങ്കിലും നന്നായിട്ട് നോക്കട്ടെ. ബാ, അകത്ത് വന്നിരുന്ന് കര. എന്നാ കുറച്ചേരം ഇവിടെ നിന്ന് കുറച്ച് കരഞ്ഞ വിഷമങ്ങളൊക്കെ പോട്ടെ കേട്ടോ. ഓ, അമ്മാവന്റെ പുത്രി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അകത്ത് പോട്ടെ, എനിക്ക് കുറച്ച് ജോലി ഉണ്ട്. അമ്മാവാ, നിങ്ങൾ ആരും വരുന്നില്ലേ? എന്തിനാ ഇവിടെ വെറും കുറ്റി പോലെ നിൽക്കുന്നത്? വാ. അമ്മാവാ പോട്ടെ അമ്മാവാ. ആ കുഞ്ഞ് ഇവിടെ ഉണ്ടായിട്ടും നമുക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അതിന് ഉറക്കാനുള്ള കാര്യമാണെങ്കിലും പാവം അതിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നില്ലേ. സോനയാകുമ്പോൾ കറക്റ്റ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിനെ പൊന്നു പോലെ നോക്കിക്കോളും. ഇത്രയും ദിവസം ഒരുമിച്ചുണ്ടായിരുന്നിട്ട് സാരില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന്. അവരെന്തായാലും വരും കേട്ടോ. ഓക്കെ ആവമ്മാവാ, സങ്കടപ്പെടല്ലേ. പോട്ടെ. അയ്യോ,
അങ്ങനെ എൻ്റെ റൂമിൽ അവസാനം എത്തി. എന്തൊരാശ്വാസം. യ്യോ. ശ്ശോ. നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അത് കൊള്ളാലോ, ഇത് എന്റെ കൂടെ റൂമല്ലേ, ഞാൻ പിന്നെ എവിടെ പോവാനാ? ടീന, നീ എന്റെ അടുത്ത് വീണ്ടും വടക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും ഇങ്ങോട്ട് കയറി വന്നത്? നീ എല്ലാതും തുടങ്ങിയത്. ദേ, ഞാനും നീ ഒത്തു നന്നായിട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ റൂമോട്ട് എങ്ങാട്ടോ ചേറി പോയിക്കോ. പോയിക്കോ. അത് എവിടുത്തെ ന്യായം? നിന്നെ പോലെ തുട്ടണി കൊടുത്തിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ കിടക്കത്തുള്ളൂ, നീ എന്ത് ചെയ്യുന്നു കാണണല്ലോ. ഈ പണ്ടാരം എന്നെ കൊണ്ടേ പോകത്തുള്ളല്ലോ. അയ്യോ, അതിന് നോവും. നീ ആദ്യം എടുത്തെറിഞ്ഞത് അത് ആദ്യം എടുത്ത് വെക്ക്, എന്നിട്ട് നിന്റെ ബാഗ് എടുത്ത് വെക്കണോന്ന് ആലോചിക്കാം. സൗകര്യമില്ല. മര്യാദയ്ക്ക് എന്റെ ബാഗ് എവിടെ ഇരുന്ന് അവിടെ കൊണ്ട് വെച്ചോ. എനിക്കും സൗകര്യമില്ല. ടീന, ഇത് പോടി. മക്കളെ, ഇനിയിപ്പോൾ ആ ഷീല വന്നേ കൊച്ചിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോന്ന് പറയും? നമ്മളെന്തോന്ന് പറയാന്? പിന്നെ നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയത്. അതും പോരാ, അത്രയും ചെറിയ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് പോകുന്ന ആ സ്ത്രീയൊക്കെ ഒരു അമ്മയാണ്. സത്യം. ഇനി കണ്ടോ, ഇനി എൻ്റെ അടുത്ത റാപ്പ് ഇതിനെതിരെ ആയിരിക്കും. എൻ്റെ പൊന്നു മോളെ കല്ലു, നീ ഇപ്പൊ ഒരെണ്ണം എഴുതിയതിൻ്റെ അനുഭവിച്ചത് വേറെ എഴുതാൻ നിൽക്കുന്നു. എൻ്റെ ചാരു, ഈ അനീതിക്കെതിരേക്ക് ഇങ്ങനെ മുഖം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല, നടപ്പാവുന്ന കാര്യമല്ല. നമ്മൾ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ച് വിളിച്ചു പറയാനുള്ളതൊക്കെ വിളിച്ചു പറയണം. ഒരു വട്ടം പ്രതികരിച്ച എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോൾ ഓൾറെഡി അനുഭവിച്ചു. അതും ചെറിയ നിസ്സാര സാധനങ്ങളൊന്നും ആയിരുന്നില്ല. അമ്മാവന് ഓർമ്മയില്ലേ? ബോംബ്, കത്തി, കോടലി, തോക്ക്. ഒരൊറ്റ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അടുത്തതേ ഇനി മേലെ പാട്ടും കൂത്തുന്നൊക്കെ പറഞ്ഞ് എഴുതി തുടങ്ങാനുണ്ടല്ലോ. പറഞ്ഞെടുക്കാ. അത് മോള് പറഞ്ഞാൽ ശരി. വിളിച്ചോണ്ടിരിക്കുവാണ് എല്ലാവരും കൂടി. മോളെ, ഒരു പെണ്ണിങ്ങോട്ട് കയറി വരണല്ലോ. പെണ്ണാ? ഇത് മറ്റേ ഷീലയാണോ? ഷീലയാ? ഹലോ അങ്കിളെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അങ്കിളെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അല്ല, ഇവിടെ ഈ ജയൻ ആരാ? ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാമോ? ഹലോ, ഞാൻ തന്നെ ജയൻ. താങ്കൾ ആരാണ്? മോനാളിയാ? മോനാളി അവിടെ നിന്ന് ഓ ആനാ? അയ്യോ മോനാളി, ഞാൻ നോക്കിക്കോളാം. ഓ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മോനാളി ഒരു കാര്യം പറഞ്ഞ എന്തോ മോനാളി അങ്ങനെയാണ്? മോനാളി വീടല്ലേ? ഓ അല്ല, ഓ ശരി മോനാളി. ഓ ശരി, ഞാൻ മോളെ കൊടുക്കാം. ഹലോ അങ്കിളെ, ഞാൻ വിളിക്കേട്ടോ എന്തായാലും. ശരി. മോളെ അത് അവിടെ നിൽക്കാതെ അത് എന്തോന്ന് മോളെ? ഈ വന്നവരെയും പോണവരെയൊക്കെ കയറി മോളേന്ന് വിളിക്കണം എന്തിനാ? അമ്മ വണ്ടിയിൽ എടുത്തിട്ടാണോ? ഇപ്പൊ ഞങ്ങൾക്കാരാ? നിങ്ങളെ മക്കളെ തന്നെ, എന്റെ മക്കളെ തന്നെ. അത് ആരെന്നറിയാമോ അകത്ത് പോയത്? ആരാ? നമ്മളെ മുതലാളിയുടെ കൂട്ടുകാരന്റെ മോളാണ്. അതിന് മുതലാളി വിളിച്ച് പറഞ്ഞ കേട്ടില്ലേ? മുതലാളിയാണ് വിളിച്ചത്. അതിരിക്കട്ടെ, ആ കൊച്ചെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതിവിടെ താമസിക്കാൻ വന്നത്. ഇവിടെ താമസിക്കാനാ? എന്റെ ദൈവമേ, എല്ലാത്തിനെയും കയറ്റി താമസിക്കുന്ന ഇതെന്താ വല്ല അഭയാർത്ഥി ക്യാമ്പാ? അങ്ങനെ പറയാൻ പറ്റുമോ? മുതലാളി ഒരു കാര്യം വിളിച്ച് പറയുമ്പോ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നൊരു കാര്യം ചെയ്തേക്ക്, ഇവിടെ വേറൊരു മോളുണ്ടല്ലോ, അവന്തി മോളുടെ റൂമിൽ കയറ്റിക്കോ. എന്റെ റൂമിന്റെ പരിസരത്ത് പോലും അടുപ്പിച്ചു വരുന്നു. മതി. അവന്തി മോളുടെ റൂമിൽ തന്നെ. ഓക്കെ അല്ലേ? ഇത്ര നാളും എല്ലാരും സഹിച്ചു എനിക്ക് പ്രശ്നമാണ്. അവള് ആരെ സഹിച്ചിട്ടില്ല. പൊക്കോ അങ്ങോട്ട്. ഓക്കെ. അതുപോലെ ഇതേ ചില്ലറ കാര്യല്ലേ, പൊടിച്ചിലാണ്. തലക്കെട്ടി വെക്കണം ഞാൻ. അത് വേണ്ടല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ സ്നേഹിക്കലോ പുന്നാരിക്കലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി, ഞാൻ പോയി അത് സെറ്റാക്കിട്ട് വരാം. മോളെ
മോളെ അതെ അമ്മാവാ ഈ പന്ന പരട്ടീനടുത്ത് മരടിക്ക് അപ്പുറത്ത് റൂമിൽ പോകാൻ പറ അമ്മാവാ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവിടെ ഞാൻ മോളെ മോളെ ഒരാൾ വന്നിരിക്കുന്ന വേണ്ടിയില്ല പതുക്കെ സംസാരിക്കുന്നത് മോശമല്ലേ മോളെ അത് ടീന മോള് ഇത് അവന്തി മോള് ഈ അവന്തി മോളെ കാര്യമൊന്നും പറയണ്ട ഭയങ്കര തമാശക്കാരാണ് എപ്പോ നോക്കിയാലും തമാശ നമുക്കൊക്കെ ഇവിടെ ചിരിച്ചു ചിരിച്ച് ചാവും അല്ലേ മോളെ അത്ര തമാശയൊന്നുമില്ല ഞാൻ. ആ ഇത് ആരാ ഇത്? ആ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് പിങ്കി മോള് നമ്മളെ തങ്കപ്പ മുതലാളിയില്ലേ തങ്കപ്പ മുതലാളി ഒരു കൂട്ടുകാരൻ്റെ മോള്. ഈ കുട്ടിക്ക് എന്താ ഇവിടെ കാര്യം? അയ്യോ അങ്ങനെ ചോദിച്ചൂടാ. പിന്നെ എങ്ങനെ ചോദിക്കണം? അല്ല അങ്ങനെ ചോദിക്കാം. ഈ കുട്ടി ഇവിടെ താമസിക്കാൻ വന്നല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാ ഈ റൂമില്. ഈ റൂമിലോ? ആ അമ്മാവൻ എങ്ങനെ കറക്റ്റ് ഓരോരോ മാരണങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്? വാട്ട് യു മീൻ? മോളെ മാരണമൊന്നും പറയരുത് മുതലാളിയുടെ ആളാണ്. മുതലാളിയുടെ എന്റെ ടങ്ക് സ്ലിപ്പായതാ, സോറി. അല്ല ഞാൻ എവിടെ പോയി കിടക്കും? ഈ കൊച്ചിവിടെ കിടന്നാ പിന്നെ ഞാൻ എവിടെ പോയി കിടക്കുന്നു? കാർ ചുറ്റി പോയി കിടക്കണോ? അതോ ബാത്റൂമിൽ കിടക്കണോ? അതോ അമ്മാന്റെ തല പോയി കിടക്കണോ? പതുക്കെ പറ മോളെ നാണക്കേടല്ലേ പുതിയ ആളല്ലേ അവരെ മുമ്പ് വെച്ച് ഇങ്ങനെ അവമാനിക്കാമോ? അതുമല്ല നിനക്കല്ലേ നാണക്കേട്. ഞാൻ പറഞ്ഞുതരാം ഞാൻ എല്ലാത്തിനും ഞാൻ സമാധാനം ഉണ്ടാക്കും. അമ്മാവല്ലേ പിന്നെ നീ പേടിക്കണേ ഈ ചുമ്മാ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യമൊന്നുമില്ല. മോള് കാര്യം ചെയ്യും മോള് അപ്പുറത്തെ റൂമിൽ പോയിക്കടാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ല ഓക്കെ അല്ല ഓക്കെ അല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്താ ഓക്കെ അല്ലാത്തത്? എന്നെ കൊണ്ട് പറ്റത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. അതെ എങ്കിൽ കാര്യം ചെയ്യും മോൾ ഇവിടെ കിടന്നോ ടീന മോൾ ഇവിടെ കിടന്നു നീ അപ്പുറത്തോട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവളെ പോലെ പിടിവാശിക്കാരിയൊന്നുമല്ല. നല്ല കുട്ടി ശരി എന്നാ നീ അപ്പുറത്തേക്ക്. പ്രശ്നമുണ്ട് ഞാൻ നല്ല കുട്ടി ഞാൻ ഇവിടെ കിടന്നോളാം. ആ ശരി നീ നല്ല കുട്ടി ഇവിടെ കിടക്കുമല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ മോളൊരു കാര്യം ചെയ്യും മോക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പുറത്തേക്ക് കിടക്കാം. അങ്കിളെ എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ മൂദേവി ഉണ്ടല്ലോ മോളെ ഒരാൾ പുതിയ ആള് വന്നിരിക്കുന്നു നാണം കെടുത്തരുത്. അങ്കിളെ ഞാൻ പറയണൊന്ന് കേക്ക്. എന്റെ ബാഗ് തറയിൽ എടുത്തരാൻ പറയുന്നത്. എന്തോ എങ്ങനെ എടുത്തു തരാൻ? അവന്തിക നിന്റെ ഭാഗം എടുത്തു തരാൻ വേണ്ട രണ്ടുപേരും എടുത്ത് ഞാൻ എടുത്തുതരാം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മോളെ ഇങ്ങനെയൊന്നും കാണിക്കരുത് നിനക്കൂടെ നാണക്കേടാ കേട്ടാ. ഈ കൊച്ചു നാളെ മോനാളി വിളിച്ച് പറയൂലേ അവിടെ ഒരു കൊച്ചുണ്ട് വെറും പന്ന സ്വഭാവമാണെന്ന്. ഞാൻ എടുത്തരാം മോളപ്പുറത്ത് വയ്ക്കും ചെയ്യണ്ട മോളപ്പുറത്ത്. എന്തോന്നടി കാണിക്കണത് ഇങ്ങനെയൊക്കെ കാണിക്കാമോ? പിങ്കി മോളെ ഇതൊന്നും കണ്ട് പേടിക്കാനും വേണ്ട ഇതൊക്കെ ഇവിടെ ചോള തമാശകളാണ്. പിങ്കി മോള് കാര്യം ചെയ്യും ഇവിടെ റെസ്റ്റ് എടുത്തോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നാളെ സംസാരിക്കാം. ഓക്കെ മോളെ ശരി. ഞാനത്ര കുഴപ്പക്കാരിയൊന്നും അല്ല കേട്ടോ. അല്ല പേരെന്താന്നാ പറഞ്ഞേ? പിങ്കി. ഞാൻ അവന്തിക ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ആൾക്കാർക്ക് സ്നേഹം കൂടുമ്പോൾ അവരെന്തൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തരുമല്ലേ. ഞാനേ അവിടെ ഓവറായിട്ട് ഡ്യൂട്ടി ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. നോക്ക് കണ്ട 100-350 രൂപ വരും. ഇപ്പോഴാ ഞാൻ ബാഗിൽ നിന്ന് പുറത്തെടുക്കണേ. ഇത്രയും ദിവസം ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നേ, ചെറുതായിട്ടൊന്ന് മാറിയതാ. എന്റെ സ്വന്തം റൂമിൽ വന്നപ്പോഴാ പുറത്തെടുക്കുന്നത്. മൊത്തം അസൂയക്കാരാ ചുറ്റും. ഇവിടെ തന്നെ വെക്കല്ലേ. എന്താ ഭംഗി, റൂമിന്റെ ഭംഗി തന്നെ മാറിയത് എന്റെ ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ വന്നപ്പോഴാ. അല്ല വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. എല്ലാരും എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ ഇനിയുണ്ട് ഗിഫ്റ്റുകള്. പക്ഷെ എല്ലാം ഞാൻ വീട്ടിൽ വെച്ചേക്കുവാ. ഇവിടെ കൊണ്ടുവന്നല്ലേ മൊത്തം അസൂയക്ക. ഹലോ ജിത്തു, നീ ഇത് എവിടെയാ? ഞാൻ ഈ ട്രിവാൻഡ്രം വന്നിട്ട് എത്ര സമയം നിനക്കറിയോ? നീ ഇങ്ങോട്ടൊന്നും പറഞ്ഞു കേൾക്കാൻ വേണ്ട. ദിസ് ഇസ് നോട്ട് ഫെയർ ജിത്തു. അറ്റ്ലീസ്റ്റ് ഇയാൾക്ക് മെസ്സേജ് എങ്കിലും അയച്ചുവിടായിരുന്നോ?